അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അക്രമം ഹറാമാണ്, ഹലാലല്ലാത്ത ഒന്ന് കൈവശപ്പെടുത്തുക തീറ എന്നായിട്ടിക്കട് ബാബ് തഹരീമുൽ ദുൽമി വൽ അംറി ബിറദ്ദിൽ മദാലിം ഇതായിട്ടിക്കട് ഞങ്ങളിപ്പോൾ ഓതിയിട്ട് എത്തിയിട്ടുള്ളത്. 212 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലഗേജ് എടുക്കുകയായിട്ട്, അതായത് യുദ്ധത്തിന് പോകുമ്പോൾ ഈ ചരക്കുകളെല്ലാം നോക്കിയൊലകും എടുത്തു വെക്കുകയും ആ സ്വറത്തുക പേനായി നിപ്പാട്ടി ഒരാളുണ്ട്. അയാളെ പേര് കിർക്കിറാണ്ടായിട്ട്. അയാൾ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അയാൾ നരകത്തില് അയാൾ നരകത്തിലും ചെന്നതിനർത്ഥം കാഫിരീങ്ങൾ നരകത്തിൽ ശാശ്വതന്മാരല്ല, നരകത്തിൽ നിന്ന് പുറത്തു പറകില്ല. മോമിനീങ്ങൾ ദോഷം ചെയ്ത് അള്ളാഹു അങ്ക് മാഫ് കൊടുത്തില്ലെങ്കിൽ ശിക്ഷയുടെ കാലത്തോളം അങ്ങനെ നരകത്തിൽ കിടക്കുകയും പിന്നെ അള്ളാഹു താല നരകത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പൊ ഇയാള് കിർക്കിറാൻ ചൊല്ല ആള് എന്ത് എന്നുള്ളതായിട്ടിക്കട് അയാളെ സംബന്ധിച്ച് അയാൾക്ക് അള്ളാഹു താല അഫു കൊടുത്തില്ലെങ്കിൽ അയാൾ നരകത്ത് പോവും. അപ്പൊ അയാളെ സംബന്ധിച്ച് നബി അയാൾ നരകത്തിലാണ് ചെന്നത്. അപ്പൊ കാഫിറെങ്കിൽ നരകത്തിലല്ലേ ശാശ്വതന്മാരല്ലേ, കാഫിർ അല്ലാത്തങ്ങ ശിക്ഷയുടെ അളവ് കഴിഞ്ഞ് സ്വർഗത്ത് ബർവം. അപ്പൊ ആ വ്യക്തിയെ കുറിച്ച് അയാൾ നരകത്തിലുണ്ട് നബി തങ്ങ ചെന്ന്. സ്വഹാബാക്കളിൽ അത്ഭുതപ്പെട്ട നോക്കുമ്പോ അയാൾ മരിച്ചപ്പോ ഒരു ഒരു പതപ്പ്, കരിമ്പീടൻ ചൊല്ല്, ഒരു കമ്പളി, അത് അയാൾ യുദ്ധത്തിൽ നിന്നും റാശി വെച്ചിട്ട്, അതായത് യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്തുനിന്ന്, യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയ സ്വത്തിക്കടല്ലേ, ആ സ്വത്തിലെല്ലാം കൂട്ടി റാശിയാക്കിയിട്ട് പിന്നെ ആയിട്ടിക്കട് ഓതി വെക്കല്. ആ ഓതി വെക്കടേക്ക് മുന്നോളായിട്ട് ഇയാൾ അതിൽ ഒന്ന് ഒണിപ്പാട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിട്ടിക്കട് ഇയാൾ നരകത്തിലേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെന്നത്. അപ്പൊ ഇവിടെ യുദ്ധത്തിലുള്ള ഗനീമത്തിന് പല ആൾമാർക്ക് അവകാശപ്പെട്ടതായിട്ട് അത് വിഹിതിക്രയ്ക്ക് മുന്നൽ അതിൽ നിന്നൊന്നും എടുക്കുകയില്ല, പിന്നെ ആയിട്ടിക്കട് വീതിച്ചു കൊടുക്കലേ. അപ്പൊ ആ വിഹിതിക്രയ്ക്ക് മുന്നൽ ഇയാൾ എടുത്തേന്ന് കണ്ടെങ്കിൽ ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും കക്കൽ തന്നെ ആയിട്ടിക്കത്. ഒന്ന് ഈ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് പത്താളുകൾ അവകാശപ്പെട്ട് ചൊമ്മാളുകൾ അവകാശപ്പെട്ടതിൽ നിന്ന് എടുക്കുമ്പോൾ അത് സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് കക്കും പോലെ അല്ല എന്നും അതിലെ ഗൗരവം കൂടുതൽ എന്നൊക്കെ ആയിട്ട് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തന്നത്. ഹദീസ് നോക്കാം. വഅൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ ഖാല കാന അലാ സഖലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സഖലൻ ചെന്നെങ്കിൽ ഈ യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടേണ്ട ലഗേജ് അതിനെ നോക്കിയോലോകിന്ത് റജുലൻ ഒരാൾ യുഖാലു ലഹു, അയാൾക്ക് ചൊല്ലത് കിർക്കിറത്തൂൻ, കിർക്കിറാൻ്റെ അയാളെ പേര്. ഫമാത, അയാൾ മരിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ ചെന്ന് ഹുവ ഫിന്നാർ, അയാൾ നരകത്തില്. ഫദഹബു, സ്വഹാബാക്കൾ പോയി യൻദുറൂന നോക്കുന്നവരായിട്ട് ഇലൈഹി, ആ കിർക്കിറാൻ ചൊല്ലാലെക്കൊള്ളെ. ഫവജദു, അവർ എത്തിച്ച അബാത്തൻ, ഒരു കറമ്പിടം, അത് ഗല്ലഹ, അയാൾ അത് വഞ്ചിച്ചെടുത്തിട്ടുണ്ട്. റവാഹുൽ ബുഖാരി. കട്ടെടുത്തത് ഇതാണെങ്കിൽ ഈ യുദ്ധത്തിൽ ഓതി വെക്കടേക്ക് മുന്നുള്ള റാസിയാക്കിയതിൽ നിന്ന് ഇയാൾ ഒണിപ്പാട്ടി വെച്ചതായിട്ടിരിക്കുന്നത്. ഹദീസ് നമ്പർ 213. ഇത് നീണ്ട ഒരു ഹദീസ് ആയിട്ടിരിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ 4 പക്കത്തിൽ നബി തങ്ങൾ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽപ്പെട്ട ഒരു പ്രസംഗം അറഫാനാളിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളെ അഭിസംബോധനം ചെയ്ത് പലക്ക് പറഞ്ഞ ഒരു സംഭവം. അപ്പോൾ അതിൽ അണ്ടത്തെ നാളിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് നബി തങ്ങൾ ചൊല്ല്, ഇണ്ടത്തെ നാളും ഇന്റെ ഈ ജാഗ്യകും, മക്ക ജാഗ്യക്, ബലി പെരുന്നാളിന്റെ നാള്, ഈ നാളുക എത്ര മഹത്വം ഉണ്ടോ അതേപോലെ നിങ്ങളിടയിലുള്ള നിങ്ങളെ അഭിമാന, നിങ്ങളെ സ്വത്ത്, നിങ്ങളെ സമ്പത്ത്, നിങ്ങളെ ചോരകളുടെ ബല ഉണ്ട്. അതെ പിന്നൊരുത്തരെ മര്യാദ എടുക്കത്തീറ, പിന്നൊരുത്തരെ സ്വത്ത് വലിച്ചെടുക്കത്തീറ, പിന്നൊരുത്തടെ മര്യാദ എന്തെങ്കിലും ധക്ക പറഞ്ഞേക്കത്ത് സ്വരെടുക്കത്തീറ. ഇതെല്ലാം പരസ്പരം ബഹുമാനിക്കേണ്ടത് എന്ന് പഠിപ്പാറ്റ ഹദീസ്. നമുക്ക് ഹദീസ് വായിച്ചു നോക്കാം. ഹദീസ് നമ്പർ 213. വൻ അബീ ബക്കറത്ത നുഫൈ ഇബ്നുൽ അൽ-ഹാരിസ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന സമാന, നബി തങ്ങൾ ചെന്ന്
ജമാൻ കദിസ്തദാറ അത് ചുറ്റിവണ്ട്, കൈഹത്തിഹി അതിലെ രൂപം പോലെ യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ് ആകാശ ഭൂമിയിൽ അള്ളാഹു പടച്ച അണ്ട് മുതൽ ഇണ്ട് വരെ അതെന്താ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ചുറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ വർഷം ഇപ്പൊ ഒരു വർഷத்துக்கு 12 തിങ്കൾ, ആ 12 തിങ്കൾ ചുറ്റി വന്നുകൊണ്ടിരിക്കണം. അസനത്തു ഇത്നാഅശറ സഹ്റൻ ഒരു വർഷം ചൊല്ലത് 12 തിങ്കൾ. മിൻഹ അറുബാത്തുൻ ഹുറുമൻ 12 തിങ്കൾ 4 തിങ്കൾ യുദ്ധം ഹറാമായ തിങ്കൾ ചൊന്നെങ്കിൽ വലിയ ബഹുമാനം കൽപ്പിക്കുന്ന തിങ്കളായിരിക്കുന്ന 4 തിങ്കൾ. അപ്പൊ ആ 4 തിങ്ങൾക്ക് കൂടുതൽ മഹത്വമുണ്ട്. സലാത്തുൻ മുതവാലിയത്ത് ഏതായിട്ടിരിക്കുന്ന ഈ 4 മഹത്വമുള്ള തിങ്കള് അത് 3 തുടരെയായിട്ട് ഒട്ടൊട്ടു പണ്ടത് ഏതല്ലത് ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം അല്ലെ, ഇത് 3 ഒട്ടൊട്ടിരിക്കുന്നു. റജബ് മുദർ പിന്നൊന്ന് അത് ഇതിറൊട്ടിക്ക് കിടതല്ല, അത് ദൂരക്കിടത്, അതായത് റജബ് ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം അതായിത്തല്ലേ. പിന്നെ സഫർ റബിയുൽ അവൽ റബിയുൽ ആഖിർ ജുമാദുൽ അവൽ ജുമാദുൽ ആഖിർ റജബ് പിന്നെ ആയിട്ടിക്കുണ്ട് ഷാബാനക്ക് മുന്നലായിട്ട് ജുമാദുൽ ആഖിർ കഴിഞ്ഞ് ഷാബാനക്ക് ഇടയിലുള്ള തിങ്കളായിട്ട് റജബ്. ആ റജബിനെ സംബന്ധിച്ച് റജബ് മുലറുണ്ട്, മുലറുകാര് റജബുണ്ട്. അത് അണ്ടത്തെ ഒരു ഗോത്രമായിട്ടിക്കട് മുലറ് ചൊല്ല ഒരു ഗോത്ര അങ്ങ് റജബിടെ ഭയങ്കര ബഹുമാനിച്ചെന്ന് കൂട്ടറായിട്ടിക്കട്. അതുകൊണ്ട് ഈ റജബിടെ ചൊല്ലുമ്പോൾ മുലറുകാരെ റജബ് കൊണ്ട് ചൊല്ലാനുള്ള കാരണം അങ്ങനെ റജബ് അല്ലതി ബൈന ജുമാദ വ ഷാബാൻ അതാ ജുമാദുൽ ആഖിറുടെയും ഷാബാന്റെയും നടുക്കുള്ള തിങ്കളായിട്ടിരിക്കണം. അപ്പൊ ഈ 4 തിങ്കള് ബഹുമാനം കൂടുതലുള്ള തിങ്കള്. എന്നിട്ട് നബി തങ്ങൾ അയ്യു ഷഹരിൻ ഹാദ ഇത് ഹജ്ജിന്റെ സമയത്താണ് നബി തങ്ങൾ കേൾക്കുന്നത്. ഈ തിങ്കൾ ഏത്? കൊല്ല അള്ളാഹു റസൂല സഹാബാക്കളെല്ലാം ചെന്നത് അള്ളാഹും അള്ളാഹുടെ റസൂലായിട്ട് ഏറ്റവും മാറിയിടങ്ങ ഫസക്കത്ത നബി തങ്ങൾ ഒന്നും മുണ്ടിയില്ല. ഹത്താ വനന്ന ഞങ്ങളുടെ പേർച്ച അന്നഹു സയ്യുസമ്മീഹി ബിഗൈരി ഇസ്മിഹി ഇതൊക്കെ ഈ പേരല്ലാത്ത വേറെ പേര് ചൊല്ലും. എന്നാ ദുൽഹിജ്ജ തിങ്കളല്ലേ ഹജ്ജ് നടക്കടേ. അപ്പൊ ഈ ദുൽഹിജ്ജാന്റെ സഹാബാക്കൾ ചൊന്നില്ല, കാരണം നബിക്ക് ഗൊന്തില്ലാത്തത് കൊണ്ടല്ലല്ലോ നബി തങ്ങൾ കേക്കരെ. അപ്പൊ ഈ പേര് എന്താക്കടെ ഈ പേരല്ലാത്തത് പേര് ചൊല്ലുകൊണ്ടിട്ടങ്ങ് പേരിച്ചു കാല അലൈസ ദുൽഹിജ്ജ. അപ്പൊ നബി തങ്ങൾ ഇത് ദുൽഹിജ്ജ തിങ്കളല്ലേ കൊല്ല. അപ്പൊ ഞങ്ങളെല്ലാവരും ചൊന്ന ബല അതേ നബിയെ കാല. അപ്പൊ നബി തങ്ങൾ ഫയ്യു ബലദിൻ ഹാദ ഇത് ഏത് റായ കൊല്ല അള്ളാഹു റസൂൽ ആലോ. അവിടെയും സഹാബാക്കൾ ചെന്നാർ അള്ളാഹും അള്ളാഹുടെ റസൂലായിട്ട് ഏറ്റവും മരിടങ്ങ ഫസക്കത്ത്. അപ്പൊ നബി തങ്ങൊന്നും മുണ്ടിയില്ല. അത്താ വനന്ന ഞങ്ങളെല്ലാവരും പേരിച്ച അന്നഹു സയുസമ്മീഹി നബി തങ്ങൾ ഇതിനക്ക് പേര് പറയും ബിഗൈരി ഇസ്മി ഇതിന്റെ പേരല്ലാത്തത് കൊണ്ട്. ഈ റായത്ത് വേറെ പേര് വെക്കും. കാല നബി തങ്ങൾ അലൈസൽ ബൽദത്തൽ ഹറാം ഇത് അലൈസൽ ബൽദത്തൽ ഹറാം ഇത് മക്കത്ത് ഇത് ബൽദത്തുൽ ഹറാം അതായത് മക്ക റായത്തെ പേരായിട്ട് ചെന്നത് മക്ക ഹറമല്ലേ ഇത്. പക്കുൽന ബല അതെ മക്കത്തെ ഹറമല്ലേ ഹറമും ചൊല്ലു മക്കത്തെ ഏരിയ ഉണ്ട്. ആ ഏരിയത്തില് പിന്നെ എന്തായിട്ട് പുറത്ത് പാടുള്ള ചില കാര്യങ്ങൾ ആ ഏരിയ തുങ്കത്ത് തീരാ എന്നുള്ളത്. അപ്പൊ ഇത് മക്കത്തെ ഹറമിൽ പെട്ടതല്ല, ഹറമല്ലേ. പക്കുൽന ബല അതേ ചൊന്ന കാല. അപ്പൊ എന്തെങ്കിൽ ഈ മക്ക റായത്തേറ്റ് നബി തങ്ങ് കേൾക്കുക ഫയ്യോമിനാഥ ഈ 4 ഏതിന് കേട്ടു കൊല്ല അള്ളാഹു റസൂൽ ആലം. അവിടെ ഞങ്ങൾ ചെന്ന അള്ളാഹും അള്ളാഹുടെ റസൂലായിട്ട് ഏറ്റവും മാറിയിട്ടാണ്. ഫസക്കത്ത നബി തങ്ങ് മുണ്ടില്ല. ഹത്താ വനന്ന ഞങ്ങൾ വിചാരിച്ചു അന്നഹു സയുസമ്മി ബിഗൈരി ഇസ്മിഹി ഈ 4ക്കും വേറെ പേര് ചൊല്ല എന്താണ് കാല. അപ്പൊ നബി തങ്ങൾ അലൈസ യൗമുൻ നഹർ ഇത് പെരുന്നാളിന്റെ നാളല്ലേ. കൊല്ല ഞങ്ങൾ ചെന്ന ബല അതേ കാല. അപ്പൊ നബി തങ്ങൾ ചൊല്ലേ ഫൈന്ന ദിമാഅക്കും നിങ്ങളെ ചോര വഅംവാലക്കും നിങ്ങളെ സ്വത്ത് വഅറാദക്കും നിങ്ങളെ അഭിമാനം അലൈക്കും നിങ്ങളെ മേൽ ഹറാമുൻ ഹറാമായിട്ടിക്കടേ. നിങ്ങൾ പിന്നർത്തര സ്വത്ത് പിന്നർത്തര അഭിമാന പിന്നർത്തരായ ചോര ഇത് പരസ്പരം വലിച്ചെടുക്കുക തീരാ ഹറാമായിട്ടിക്കടും. എങ്ങനെ ഹുറുമതി യൗമിക്കും ആദ ഈ 4ടെ ബഹുമാനം പോലെ, ഈ ബലദിക്കും ആദ ഈ റായത്തിൽ ഈ 4ടെ ബഹുമാനം പോലെ, ഈ ഷഹരിക്കും ആദ ഈ തിങ്ങൽ. അപ്പൊ നബി തങ്ങ ഈ തിങ്ങലേത് ഈ 4 ഏത് ഈ റായേതെന്ന് കേട്ടെങ്കിൽ ഇതുക്കെല്ലാം എത്ര മഹത്വം ഉണ്ടോ അതേപോലെ നിങ്ങളെ അഭിമാനത്തിന് നിങ്ങളെ ചോരക്ക് നിങ്ങളെ സ്വത്തുക്കളിലെ ബലുണ്ട് ബഹുമാനുണ്ട്. അപ്പൊ അത് പിന്നർത്തര സ്വത്ത് വലിച്ചെടുക്കുക തീറ പിന്നർത്തര മര്യാദ എടുക്കുക തീറ ഇങ്ങനെ റബ്ബക്കും ഫയസ്അലുക്കും എന്ന അമാലിക്കും നിങ്ങളെ റബ്ബിനെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പിന്നെ
അല്ലാഹു തആല നിങ്ങളുടെ അമലുകളെ കുറിച്ച് കേൾക്കുന്നു. അല അറിയണം ഫല തർജിഉ ബഅദി കുഫാറ, നണ്ടിൽ പിന്നെ നിങ്ങൾ കാഫിരിങ്ങളെ പോലെയായി മടങ്ങിപ്പോകരുത്. യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്, നിങ്ങളിൽ നിന്ന് ചിലരെ പെറടി വെട്ടും. പരസ്പരം നിങ്ങമേ യുദ്ധാക്കണമെങ്കിൽ ആ നിലക്കായി പോണുത്തിറ. അല അറിയണം ലിയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ, ഇവിടെ ഉള്ളങ്ങ ഇല്ലാത്തങ്ങൾക്ക് എത്തുവാട്ടി കൊടുക്കട്ട്. കാരണം നബി തങ്ങൾ 23 വർഷം ദീൻ പ്രബോധനാക്കിട്ട് അതിൽ അവസാന ഘട്ടമായിട്ട് ഈ ഹജ്ജിലെ ലാസ്റ്റ് ടൈം വന്നത്. അപ്പോൾ ഇവിടെ ഉള്ളങ്ങ നണ്ടിൽ നിന്ന് ദീൻ പഠിച്ചങ്ങ ഇല്ലാത്തങ്കറിൽ ചൊന്നു കൊടുക്കട്ടെ, എത്തുവാട്ടി കൊടുക്കട്ടെ. ഫല അല്ല ബഅദമയ്യബുലുഹു അയ്യക്കൂൻ ഔഹാലഹു മിൻ ബഅദി മൻസബിയഹു, കേട്ടിട്ട് അത് എത്തുവാട്ടി കൊടുക്കിടാറല്ലേ. ആ കിട്ടിയ ആളുമാർ ഈ കേട്ട ആളുമാരെക്കാൾ കൂടുതൽ ഇതിനെ പഠിച്ചു വെക്കേണ്ടങ്ങായിട്ട് കുറവ്. ചൊന്നെങ്കിൽ നബിയുടെ സഹാബാക്കളൊക്കെ ദീൻ നേരിട്ട് നബിയിൽ നിന്ന് പച്ചയായി കേട്ടെങ്കിൽ കണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഇനൊരാളും എത്തതാവില്ല. പക്ഷെ ഈ ഹദീസ് എത്തിയ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ ആ ഹദീസ് വെച്ച് പലതും ചർച്ചയാക്കി മനസ്സിലാക്കി ദീന്റെ പല നിയമങ്ങളും ചൊന്നു കൊടുത്താൽ. അപ്പൊ സ്വഹാബാക്കൾ അത് അങ്ങക്ക് പിന്നെ നബിയിൽ നിന്ന് നേരിട്ട് കണ്ടതും നേരിട്ട് പഠിച്ചത് കൊണ്ടിട്ടും അങ്ങക്ക് ചർച്ച ചെയ്യേണ്ടതിന് ആവശ്യം ആ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. പിന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യങ്ങൾ കൂടുമ്പോൾ ആവശ്യങ്ങൾ കൂടിയോണ്ട് വരുമ്പോൾ ചർച്ചകൾ പലതും വരുമ്പോൾ ഈ ഹദീസിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടി ഉണ്ട്. അപ്പൊ പിൽക്കാലത്ത് വന്ന് ഇമാമിങ്ങൾ ഹദീസുകളൊക്കെ എല്ലാ ഹദീസുകളും ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി പലതും ചർച്ച ചെയ്ത് അതാണ് നബി തങ്ങൾ ചെന്നത്. കേട്ടങ്ങളെക്കാളും കൂടുതൽ ഇനി പിന്നെ വന്നങ്ങ ഈ എത്തുവാട്ടി കൊടുക്കപ്പെട്ട ആളുമാർ എന്താക്കും ഈയോറും കൂടുതൽ അതിനെ പഠിക്കാൻ വരും. തുമ്മക്കാൽ എന്നിട്ട് നബി തങ്ങൾ ചെന്ന അല അറിയണം ഹൽ ബല്ലഗതു, നന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിട്ടില്ലേ, ഞാൻ എത്തുവാട്ടി കൊടുത്തിട്ടില്ലേ, അള്ള ചൊന്നത് ഞാൻ ജനങ്ങൾക്ക് എത്തുവാട്ടി കൊടുത്തിട്ടില്ലേ. അല അറിയണം ഹൽ ബല്ലഗതു, ഞാൻ എത്തുവാട്ടി തന്നിട്ടില്ലേ. കൊല്ല ഞങ്ങൾ എല്ലാവരും ചൊന്ന നഅം അതെ. കാല അപ്പൊ നബി തങ്ങൾ അള്ളാഹു പടച്ചവൻ ഇഷ്ഹദ്, നീ സാക്ഷിയാവും. മുത്തഫഖുൻ അലൈഹി. അപ്പൊ ನಾನು നക്ക് തന്ന ഉത്തരവാദിത്വം ഞാൻ നക്ക ഏൽപ്പിച്ച സാറ ഞാനത് ജനങ്ങൾക്ക് എത്തുവാട്ടി കൊടുക്കണം എന്നതൊക്കെ പടച്ചവനെ നീ സാക്ഷിയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ പ്രധാനമായി ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ പരസ്പര ചോര, നിങ്ങളുടെ അഭിമാനം മര്യാദ, ഇത് പരസ്പര ബലുണ്ട്, ബഹുമാനമുണ്ട്. അത് പിന്നർത്ഥനെ നിന്ന് സ്വത്ത് വലിച്ചെടുക്കുകയോ അവൻ്റെ മര്യാദ എടുക്കുകയോ അവൻ്റെ ചോര ഒലുക്കുവാട്ടുകയോ എന്നതിനർത്ഥം കൊത്തുകയോ കൊല്ലുകയോ തീരായെന്ന്. അള്ളാഹു സജ്ജനങ്ങളിലും യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കാതെടുത്തങ്ങ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.